ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ കുക്കിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് വൈകുന്നേരത്ത് അങ്ങനെ കുക്കിംഗ് ഉണ്ടാവാറില്ല. നമ്മൾ ലഞ്ചും ഡിന്നറും ഒക്കെ ഒരുമിച്ചാണ് കുക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് കുറച്ച് ചോറും കറികളും ഒക്കെ തലേദിവസത്തെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിയാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത്. അത് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കൊക്കെ 2-3 ദിവസമായിട്ട് അവധിയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റുള്ള തിരക്കിട്ട ജോലികളൊന്നും ഇപ്പോൾ ഇല്ല. പതുക്കെ കൂളായിട്ട് രാവിലെ എഴുന്നേറ്റാൽ മതി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു നാടൻ ഫുഡ് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നാടൻ ഫുഡാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും പയറും കൂടി ഇട്ടൊന്ന് എരിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നത്? ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണോ? അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മത്തങ്ങയൊക്കെ ഒന്ന് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ പയറൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പയർ വറുത്തിട്ടാണ് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാറുള്ളത്. നിങ്ങളെങ്ങനെയാണോ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പയറൊക്കെ വറുത്തൊന്ന് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒരു 3-4 വിസിലടിക്കുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. ആ സമയം കൊണ്ട് മത്തങ്ങ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ ചട്ടിയിലൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിനായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പം തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് കിട്ടി, പയറും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് ഒരുമിച്ച് യോജിപ്പിച്ചൊന്ന് ഇളക്കിയെടുത്തു. അതിലേക്ക് നമ്മൾ അരപ്പും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ തയ്യാറായി കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്ന് കടുകും കൂടി ഒന്ന് താളിക്കുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച ശേഷം വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഇത്ര ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മറ്റൊരു ഐറ്റം കേട്ടോ. അങ്ങനെ നമ്മൾ അതും കൂടി ഒഴിച്ചപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡിയായി. ഇനി ഒരു തട്ടിക്കൂട്ട് ഒരു മാങ്ങ അച്ചാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ചു. കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം ഒരു സ്വല്പം വിനാഗിരി ഒഴിച്ചു. പിന്നെ മാങ്ങയും ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈസി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മൾ നാടനായിട്ടുള്ള നമ്മുടെ എരിശ്ശേരിയും മാങ്ങ അച്ചാറും ഒക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണേ. അപ്പം നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ ഈ മത്തങ്ങ എരിശ്ശേരിയും മാങ്ങ അച്ചാറും പിന്നെ ഞാൻ പപ്പടവും കൂടി വറുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പപ്പടമൊക്കെ ആയിട്ട് ഒരു അടിപൊളി സിമ്പിൾ നാടൻ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.